ISROയിലെ സുഹൃത്തുക്കൾ സ്നേഹപൂർവ്വം നമ്പി എന്ന് വിളിക്കുന്ന നമ്പി നാരായണൻ്റെ ആത്മകഥാപരമായ കൃതിയാണ് ഓർമ്മകളുടെ ഭ്രമണപഥം. ആരോ കെട്ടിച്ചമച്ച ചാരക്കേസിൻ്റെ പേരിൽ നിരപരാധിയായിട്ടും തനിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ വായനക്കാരൻ്റെ ഉള്ളുപൊള്ളിക്കും വിധമാണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത്. 52 ദിവസം ക്രൂരപീഡനങ്ങൾ അനുഭവിച്ചു. ഒടുവിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട് നഷ്ടപരിഹാരം വിധിച്ച് കോടതി നീതി നടപ്പിലാക്കി. ആത്മഹത്യയുടെ വക്കത്തുനിന്നും മാറി ചിന്തിച്ച് സ്വന്തം മക്കളെ ചാരൻ്റെ മക്കളെന്ന മേൽവിലാസത്തിൽ നിന്നും രക്ഷിക്കാൻ മകൻ നൽകിയ ആവേശമാണ് പിന്നീട് ജീവിക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹം നീറുന്ന ഭാഷയിൽ പറയുന്നു. 1994 ആരംഭിച്ചതും ചാരപ്പണിയും ലൈംഗികതയും റോക്കറ്റ് സയൻസും എല്ലാം അടങ്ങിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനയും കേരള പോലീസിൻ്റെ സൃഷ്ടിയെന്ന് തെളിഞ്ഞതുമായ ചാരക്കേസാണ് ഈ കൃതിയുടെ മുഖ്യ പ്രതിപാദ്യ വിഷയം. ചാരക്കേസ് വ്യാജമെന്ന് കണ്ടെത്തുകയും പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടവർ നിരപരാധികളെന്ന് CBI തെളിയിക്കുകയും ചെയ്തു. കള്ളക്കേസ് മെനഞ്ഞുണ്ടാക്കിയ IBയിലെയും കേരള പോലീസിലെയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് റിപ്പോർട്ട് നൽകി. എന്നാലും ചാരൻ്റെ മക്കൾ എന്ന വിളിപ്പേരിൽ തൻ്റെ മക്കൾ അനുഭവിച്ച അപമാനം, വേദന, ഇതിനെന്ത് പരിഹാരമാണുള്ളതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ചാരനെന്നും സ്ത്രീലമ്പടനെന്നും കൂവിയാർത്ത മലയാള മാധ്യമങ്ങൾ അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു. പക്ഷേ കരിയറിലെ നഷ്ടമായ സുവർണ വർഷങ്ങൾ ആർക്ക് തിരിച്ചു നൽകാനാകും?